സ്വന്തം മകളുടെ പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് കള്ളപ്പരാതി. ചെയ്യാത്ത തെറ്റിന് ദിവസങ്ങളോളം ജയിലിൽ. കൊല്ലം വാളകം സ്വദേശി ഹരികുമാറിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ 3 വർഷത്തോളം എടുത്തു. വ്യക്തിവിരോധം തീർക്കാൻ അയൽവാസി നൽകിയ പോക്സോ പരാതിയിലാണ് ഹരികുമാറിന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കേസിലെ തെളിവായി ഹാജരാക്കിയ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ബോധ്യമായതോടെയാണ് കൊട്ടാരക്കര അതിവേഗ പോക്സോ കോടതിയുടെ നടപടി. പോക്സോ വകുപ്പുകളുടെ ദുരുപയോഗം നിരവധി നിരപരാധികളുടെ ജീവിതമാണ് തകർത്തിട്ടുള്ളത്. അയൽവാസിയായ വിദ്യാർത്ഥിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2021 കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. വിദ്യാർത്ഥിനിയുടെ കുളിമുറിയിൽ ഒളിഞ്ഞുനോക്കിയെന്നും അശ്ലീലം കാട്ടിയെന്നും ആരോപിച്ചായിരുന്നു കേസ്. വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഹരികുമാറുമായുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് കേസ് അട്ടിമറിച്ചതാണെന്ന വാദം അംഗീകരിച്ചാണ് കൊട്ടാരക്കര അതിവേഗ പോക്സോ കോടതി പ്രതി ഹരികുമാറിനെ വെറുതെ വിട്ടത്. പൊതുപ്രവർത്തകനും കരാറുകാരനുമായ ഹരികുമാറിനെ വ്യക്തിവിരോധത്താൽ വീട് കയറി ആക്രമിച്ചതിന് വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾക്കെതിരെ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിലുണ്ടായ വിരോധം മൂലമാണ് വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഹരികുമാറിനെ മനഃപൂർവ്വം പോക്സോ കേസിൽ കുടുക്കിയതെന്നും പ്രതിഭാഗം വാദിച്ചു. ഹരികുമാർ എന്ന് പറയുന്ന തൊട്ടയൽവാസിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ തൊട്ടയൽവാസിയായിട്ടുള്ള ആളിനെതിരായിട്ട് കളവായി പരാതി കൊടുക്കുകയായിരുന്നു. ഇതിന്റെ കാരണം നേരത്തെ തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയുമായും ബന്ധുക്കളുമായിട്ടും എല്ലാം നിരന്തരമായ മറ്റു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതി തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയിന്മേൽ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ ഇനി മേലാൽ ഈ ഹരികുമാറിനെ യാതൊരു തരത്തിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യില്ല എന്നവിടെ എഴുതി വെക്കുകയും ചെയ്തു. അപ്പം അതിനുശേഷമാണ് അതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ഈ പറയുന്ന ദിവസം അത് കറക്റ്റായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. കാരണം എന്നാണ് ഈ വീഡിയോ എടുത്തത്, ഈ പറയുന്ന കേസിന് ആസ്പദമായ ദിവസമാണോ എന്ന് പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷൻ കേസിലെ വലിയ തെളിവായി ഹാജരാക്കിയ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും കോടതിക്ക് ബോധ്യമായി. കേസിന്റെ മഹസറിൽ ദൃശ്യങ്ങളുടെ കാര്യം വ്യക്തമാക്കാതെ തെളിവായി കൊണ്ടുവന്ന ദൃശ്യങ്ങളടങ്ങിയ പെൺഡ്രൈവ് കോടതി തള്ളി. ഹരികുമാറിനെ കേസിൽ കുടുക്കാൻ കുളിമുറിയുടെ ടിൻഷീറ്റിൽ കല്ലെടുത്ത് എറിയുകയും ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ഹരികുമാറിന്റെ വീഡിയോ ചിത്രീകരിക്കുകയുമായിരുന്നുവെന്ന കോടതി കണ്ടെത്തി. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ ഷൈൻ പ്രഭ, CG ശശികുമാർ, നിമിത കൃഷ്ണൻ, അനക സജു, M ബാലചന്ദ്രൻ എന്നിവർ ഹാജരായി. ന്യൂസ് 18 കൊട്ടാരക്കര.